Good morning students. അപ്പോൾ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് എന്നുള്ളതിൻ്റെ കുറച്ച് തിയറി പാർട്ടുകൾ 2 ക്ലാസ്സായിട്ട് നമ്മൾ തിയറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഒരു 5-6 ഡിവിഷൻസ് പഠിക്കാനുണ്ട്. അതിൽ 2 ഡിവിഷൻസാണ് നിങ്ങൾക്ക് 4th സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെയാണ് അതിൽ പറയുന്നത്, അതിൻ്റെ ഒരു മെത്തേഡ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടെസ്റ്റിംഗ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മെത്തേഡ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിലെ സ്റ്റെപ്സൊക്കെ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ഓഫ് ദി ഹൈപ്പോത്തിസിസ് അല്ലേ. ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ സെറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സെറ്റ് ടെസ്റ്റ് പറഞ്ഞാൽ സാമ്പിളിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് അല്ലേ. ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ ആണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റും, അതല്ല സാമ്പിളിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ നമ്മൾ ടി ടെസ്റ്റും അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണം, ഒബ്സർവേഷൻ്റെ ഓരോന്നിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 30 എബവ്, എൻ എന്ന് പറയുന്നത് 30 എബവ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റും, അതല്ല 30നേക്കാൾ കുറവായിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ ടി ടെസ്റ്റുമാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സമവാക്യം മൂന്നാമതായിട്ട് എക്സ് ബാർ മൈനസ് മ്യൂ. നമ്മൾ എന്താ സമവാക്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്സ് ബാർ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ അല്ലേ. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി പറയുകയാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ആൻഡ് സാമ്പിൾ ഈസ് സ്മോൾ ഓർ ലാർജ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം, സാമ്പിൾ സ്മോളും ആവാം ലാർജും ആവാം. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? സിഗ്മ ഡിവൈഡഡ് ബൈ √n. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല. ദെൻ സാമ്പിൾ ഈസ് ലാർജ്. സാമ്പിൾ ലാർജ് ആണെങ്കിൽ എന്താണ് സമവാക്യം? എസ് ഡിവൈഡഡ് ബൈ √n. നെക്സ്റ്റ് വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ, അറിയില്ല, സാമ്പിൾ ഈസ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴുള്ള സമവാക്യമാണ് എസ് ഡിവൈഡഡ് ബൈ √n-1. ഇതാണ് നമ്മുടെ സമവാക്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ സെറ്റ് ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള സമവാക്യം നമ്മൾ എന്താ പറഞ്ഞത്? ഫോർ സെറ്റ് ടെസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണ്. ടി ടെസ്റ്റ് ആണെങ്കിൽ സെറ്റ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് ആണ്. ടി ടെസ്റ്റ് ആണെങ്കിൽ n-1. ടി ടെസ്റ്റിൽ നമ്മൾ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് n-1 അല്ലേ. സെറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ 30 ഒബ്സർവേഷൻ എണ്ണം എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 30ലും കൂടുതലാണ് വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ഇൻഫിനിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് 30ലും കുറവായിട്ടാണ് സാമ്പിൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻ n-1 എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ കൂടുതൽ കുറവ് എന്ന് നോക്കുന്നു. എന്നിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നു. ഇതൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ കണക്ക് എഴുതാം, എന്നിട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക. ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്ക് പറയുന്നത് കേട്ടോ. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ക്ലൈംഡ് ദാറ്റ് a random sample of 100 tires with a mean life of 15,269 km. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് എ റാൻഡം സാമ്പിൾ ഓഫ് 100 ടയേഴ്സ് വിത്ത് എ മീൻ ലൈഫ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്?
15,269 കിലോമീറ്റർ ആണുള്ളത്. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ടയേഴ്സ്. ഇറ്റ് ഈസ് ഡ്രോൺ from a population of tires which has a mean life എന്ന് പറയുന്നത് ഓഫ് എത്രയാണ് ഓഫ് 15,200 കിലോമീറ്റർ ആണുള്ളത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് SD സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1,248 കിലോമീറ്റർ. 1,248 കിലോമീറ്റർ. ടെസ്റ്റ് ദി വാലിഡിറ്റി ഓഫ് ദ ക്ലെയിം. നമ്മൾ ടെസ്റ്റ് ചെയ്യുക ഈ ക്ലെയിം എത്രത്തോളം വാലിഡാണ്, നിയമത്തിന് അംഗീകൃതമായതാണോ, എത്രത്തോളം വാലിഡിറ്റി ഇതിലുണ്ട്. നമ്മൾ ശരിക്കും തന്നെയാണ് നമുക്കിപ്പോൾ ക്ലെയിം തരുമ്പോൾ ആ ക്ലെയിം വാലിഡ് ആണോ, എത്രത്തോളം വാലിഡിറ്റി ആണുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കണക്ക് വായിക്കാം. ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് എ റാൻഡം സാമ്പിൾ ഓഫ് 100 ടയേഴ്സ് അല്ലേ, എത്ര ടയേഴ്സിൻ്റെ കാര്യമാണ് അപ്പോൾ 100 ടയേഴ്സ് വിത്ത് മീൻ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ് 15,269 ആണ് അതിൻ്റെ മീൻ ലൈഫ് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ടയേഴ്സ് വിച്ച് ഹാസ് എ മീൻ ലൈഫ് എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1,248. അപ്പോൾ ടെസ്റ്റ് ദി വാലിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്. എക്സ് ബാർ മീൻ ലൈഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. പിന്നെ ഇത് തന്നിട്ടുണ്ട്, പിന്നെ ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ ടൈപ്പ് പോപ്പുലേഷൻ ഓഫ് ടയർ വിച്ച് ഹാസ് എ മീൻ ലൈഫ് 15,200 തന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ 100 ടയേഴ്സ് വിത്ത് എ മീൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ടാമത് തന്നതിനെ മ്യൂ ആയിട്ടും ആദ്യം തന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് വരുന്നത് എക്സ് ബാർ. അപ്പോൾ നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ട ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിതിൽ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണോ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. നമ്മൾ ഏത് ടെസ്റ്റ് അത് എങ്ങനെ ചെയ്യുക, സെറ്റ് ടെസ്റ്റ് വേണോ ടി ടെസ്റ്റ് വേണോ, 2 ടെസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കറിയണം നമ്മളിതിൽ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണോ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യണോ എന്നുള്ളത് നമുക്കറിയണം അല്ലേ. നോക്കൂ എത്രയാണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, എത്ര ടയേഴ്സിൻ്റെ കാര്യമാണ് 100 ടയേഴ്സ് അല്ലേ, 100 ടയേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 100 ടയേഴ്സ് എന്ന് പറഞ്ഞാൽ 30 എബോവ് ആണ് അല്ലേ. 30യുടെ താഴെയാണ് വരുന്നത് വെച്ചെങ്കിൽ ടി ടെസ്റ്റും 30 എബോവ് വരികയാണെങ്കിൽ നമ്മൾ ഏതാണ് അപ്ലൈ ചെയ്യുന്നത്, സെറ്റ് ടെസ്റ്റുമാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റാണ്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മളിവിടെ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് സെറ്റ് ടെസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൾ ഹൈപ്പോത്തിസിനെ എങ്ങനെയാണ് ഡിനോട്ട് H0 നൾ ഹൈപ്പോത്തിസിസ് H0 നൾ ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് H0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ നൾ ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യുക. H0 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മ്യൂ എന്ന് മൊത്തം തരുന്നതാണ് എക്സ് ബാർ. മ്യൂ എന്ന് പറയുന്നത് അത് ഡ്രോ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ടയേഴ്സ്. അപ്പോഴത്തെ മീൻ ലൈഫ് എന്ന് പറയുന്നത് 15,200. അപ്പം മ്യൂ ഈസ് ഈക്വൽ ടു 15,200. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ നെക്സ്റ്റ് പറയാനുള്ളത്. SD നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്ര SD തന്നിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.48 തന്നിട്ടുണ്ട്. പിന്നെ എക്സ് ബാർ സമം എത്രയാണ് അതിൻ്റെ മീൻ ലൈഫ് എന്ന് പറയുന്നത് 15,269 തന്നിട്ടുണ്ട് അല്ലേ.
അപ്പം മ്യൂ 15200, എക്സ് ബാർ എന്ന് പറയുന്നത് 15269 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താണ് നമ്മളിവിടെ എഴുതുക, ദി സാമ്പിൾ സൈസ് ഈസ് 100, the sample size is 100, so we can apply set test. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി കാണാനുള്ള സമവാക്യം സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. മൊത്തം തന്നത് എക്സ് ബാർ, അതുപോലെ ഡ്രോ ചെയ്യുമ്പോൾ തന്നത് മ്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്റ്റാൻഡേർഡ് എറർ കാണണം. സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമുക്ക് കുറേ സമവാക്യങ്ങളുണ്ട് അല്ലേ. സ്റ്റാൻഡേർഡ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് തന്നിട്ടുണ്ടാവുമ്പോൾ ആദ്യത്തെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ, സാമ്പിൾ ഈസ് ലാർജ് അല്ലേ. സാമ്പിൾ 100 ആണ്, അപ്പോൾ സാമ്പിൾ ഈസ് ലാർജുമാണ്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുമുണ്ട്. അപ്പോൾ ഏതാണ് ആദ്യത്തെ, ഏതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 1248 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ റൂട്ട് n എന്ന് പറഞ്ഞാൽ 100 അല്ലേ, 100 അല്ലേ. അപ്പോൾ 1248 ബൈ 10, അപ്പോൾ 10 × 10 അല്ലേ 100, അപ്പോൾ 124.8. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് 124.8 ആണ് നമ്മുടെ എന്തായിട്ട് വരിക, സ്റ്റാൻഡേർഡ് എററായിട്ട് വരിക. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ സമവാക്യത്തിൽ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി, സ്റ്റാൻഡേർഡ് എറർ കിട്ടി. ഇനി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എക്സ് ബാർ 15269 മൈനസ് നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 15200 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ 124.8 എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇക്വേഷനിൽ അത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്, ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, 69 ഡിവൈഡഡ് ബൈ 124.8. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.55. ഇതുവരെ മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി ഓഫ് ഫ്രീഡം കാണലാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് ടെസ്റ്റിലെ ഇൻഫിനിറ്റീവ് ആണ് എന്നും ടി ടെസ്റ്റ് ആണെങ്കിൽ n-1 ആണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടി. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്, കാരണം സാമ്പിൾ ലാർജ് ആയിരുന്നു. അപ്പം നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും, ഇൻഫിനിറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ എഴുതുക ഫോർ സെറ്റ് ടെസ്റ്റ്, for set test degree of freedom എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്, ഇൻഫിനിറ്റീവ്. അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ കാണുകയാണ് വേണ്ടത്. ഇനി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ആണ് നമ്മൾ കാണുക കേട്ടോ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് കാണുക കേട്ടോ. എപ്പോഴും നമ്മൾ കാണുന്നത് 5% ആണ്. അപ്പോൾ 5% ആണ് നമ്മൾ കാണുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%, ദാറ്റ് ഈസ് 5% എന്ന് പറഞ്ഞാൽ എന്തിനാ 5/100 0.05. അപ്പം നിങ്ങൾക്ക് സംശയം വരാം, ഇപ്പോഴും നമ്മൾ 5% ലെവൽ ഓഫ്, അല്ലെങ്കിൽ അവർ മാറ്റി പറയും, കണക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് കാണുക. ഇനി ഞാൻ നിങ്ങളോടൊരു ടേബിൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മോഡലുള്ള ടേബിൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ ടേബിൾ എടുത്തിട്ട് ടേബിളിൽ പേജ് നമ്പർ 13 കാണാം ടേബിൾ വാല്യൂ ഫോർ ടി ടെസ്റ്റ് ആൻഡ് ടേബിൾ വാല്യൂ ഫോർ സെറ്റ് ടെസ്റ്റ് എന്നുള്ളത് കാണാം. ടേബിൾ വാല്യൂ ഫോർ ദി ടി ടെസ്റ്റ് ആൻഡ് ടേബിൾ വാല്യൂ ഫോർ ദി സെറ്റ് ടെസ്റ്റ് എന്നുള്ളത് കാണാം. ആ സെറ്റ് ടെസ്റ്റിൽ നമ്മൾ ലാസ്റ്റ് സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോളാണ് ഇൻഫിനിറ്റീവിൻ്റെ വരുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 0.05 അല്ലേ വരുന്നത്, 0.05 നോക്കൂ എത്രയാണ് വരികയെന്ന്, മുകളിൽ 0.05 നോക്കുക, 0.05, അതിൻ്റെ നേരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 1.96. അപ്പോൾ ടേബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു
1.96. അപ്പോൾ ടേബിൾ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? 1.96 എന്നുള്ളതാണ് നമുക്കിവിടെ ടേബിൾ വാല്യൂ ആയിട്ട് കിട്ടിയത്. ഇനി നമ്മൾ നോക്കുക, കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ കൂടുതൽ വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ എന്താ നോക്കൂ, കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണ് അല്ലേ. കാൽക്കുലേറ്റഡ് വാല്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഇതിൻ്റെ വാലിഡിറ്റി, ക്ലെയിമിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 0.55 ആണ്. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം ഇവിടെ? കാൽക്കുലേറ്റഡ് വാല്യൂ value is less than the table value. ഇതൊക്കെ നമ്മൾ നോട്ട് എഴുതണം കേട്ടോ. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ വരുമ്പോൾ ഒന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെസ് ദാൻ വന്ന കാരണം കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പം നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് എഴുതാം? ദ റാൻഡം നമുക്ക് എന്താ ക്ലെയിം ഈസ് വാലിഡ്. ആക്സെപ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? സോ ദി ക്ലെയിം ഈസ് വാലിഡ്. ഈ ക്ലെയിം എന്ന് പറയുന്നത് വാലിഡ് ആണ്. അപ്പം മനസ്സിലായോ? ഒരു കണക്കാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഇത് ഏതാണ്? ഹൈപ്പോത്തിസിസിലെ എന്താണ് ആദ്യത്തെ മെത്തേഡ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്നുള്ള മെത്തേഡിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ചെയ്തത്. അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിളിൻ്റെ വലിപ്പം നോക്കുന്നു. സാമ്പിളിൻ്റെ വലിപ്പം നോക്കിയിട്ട് സെറ്റ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ വേണ്ടതെങ്കിൽ ആ സമവാക്യം അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്ത്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റീവ് ആണ്. അപ്പം നമ്മൾ ആ ടേബിൾ നോക്കിയിട്ട് ഇൻഫിനിറ്റീവ് വരുമ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് എപ്പോഴും വരിക. അതിൽ നമ്മൾ എത്ര നോക്കുന്നു? ഇൻഫിനിറ്റീവിൽ നോക്കുമ്പോൾ 1.96 കിട്ടുന്നു. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ കുറവ്? കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ദി ക്ലെയിം ഈസ് വാലിഡ്. ഇനി നമ്മൾ റിജക്റ്റ് ചെയ്യണം ചെയ്ത് വെച്ചാൽ കാൽക്കുലേറ്റഡ് വാല്യൂ കൂടുതലും മറ്റേത് കുറവുമായിരുന്നു വെച്ചെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദ ക്ലെയിം ഈസ് നോട്ട് വാലിഡ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ മീൻ ലൈഫ് ഓഫ് 100 fluorescent light tubes, 100 fluorescent light tubes produced by a company is computed to be നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും എഴുതട്ടെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത്. computed to be 1570 hours with standard deviation standard deviation is 120 hours. Next, the company claims that the company
claims that എന്താണ് the average life of the average life of the tubes produced by the company produced by the company എത്രയാണ് വരുന്നത് ഈസ് 1600 hours. 1600 hours. Using the level of significance using the level of significance എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 5% മാറ്റണം എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഓഫ് 0.05 എന്നിട്ട് ഇത് ആക്സെപ്റ്റബിൾ ആണോ അല്ലേന്ന്. ഈസ് ദ ക്ലെയിം ആക്സെപ്റ്റബിൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ദ മീൻ ലൈഫ് ഓഫ് 100 ഫ്ലൂറസെൻറ്റ് ലൈറ്റ് ട്യൂബ്സ്. അപ്പം നമുക്കിവിടെ എത്ര ലൈറ്റ് ട്യൂബ്സിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ 100 അല്ലേ. അപ്പം നമ്മുടെ 30 എബോവ് ആണ്, 100 ആണ്. അപ്പം നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. സാമ്പിൾ സൈസ് ലാർജ് വരുമ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. 100 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഏത് ടെസ്റ്റാണ്? സെറ്റ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി ഈസ് കമ്പ്യൂട്ടഡ് ടു ബി നമുക്ക് തന്നിട്ടുണ്ട് 1570 ഹവേഴ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് 120 തന്നിട്ടുണ്ട് അല്ലേ. കമ്പനി ക്ലെയിംസ് ദാറ്റ് ആവറേജ് ലൈഫ് ഓഫ് ദി ട്യൂബ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി. ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1600 ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ യൂസിങ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 0.05. അപ്പം നമ്മളോട് ക്ലെയിം ആക്സെപ്റ്റബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിലിവിടെ പറയുന്നത് നമുക്കിവിടെ ഇതിലിപ്പോൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് വെച്ചെങ്കിൽ ആദ്യം നമ്മളത് എഴുതുകയാണ് വേണ്ടത്. ആദ്യം എഴുതുക നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ട് H0 അല്ലേ. നൾ ഹൈപ്പോത്തിസിസ് ആണ് ഇവിടെ. H0 ആണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളത് എഴുതുകയാണ്. മ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? മീൻ ആവറേജ് ലൈഫ് ഓഫ് ദി ട്യൂബ് എന്ന് പറയുന്നതാണ് മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 1600 തന്നിട്ടുണ്ട്. എക്സ് ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര 1570 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ് നമുക്കിവിടെ എത്ര തന്നിട്ടുണ്ട്? SD സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 1200 ഹവേഴ്സ് തന്നിട്ടുണ്ട്. 120 ഹവേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സൈസ് എന്ന് പറഞ്ഞാൽ N = സാമ്പിൾ സൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 100 ആണ്. സാമ്പിൾ സൈസ് = 100. അപ്പോൾ വി ക്യാൻ അപ്ലൈ 100 ആയ കാരണം കൊണ്ട് നമ്മുടെ സാമ്പിൾ ലാർജ് ആണ്. സോ വി ക്യാൻ അപ്ലൈ ദി സെറ്റ് ടെസ്റ്റ്. നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഭാഗം പറയാം, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് കണക്ക് ചെയ്യാം. സെറ്റ് ടെസ്റ്റ് കാണാനുള്ള സമവാക്യം ശ്രദ്ധിക്കുക. എന്താ സെറ്റ് ടെസ്റ്റ് കാണാനുള്ള സമവാക്യം പറയൂ? മ്യൂ = നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് എറർ ആദ്യം സെറ്റ് ടെസ്റ്റ് അല്ലേ. അപ്പോൾ സെറ്റ് = എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ അല്ലേ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ ഇതിൽ എന്താ വേണ്ടത്? സ്റ്റാൻഡേർഡ് എറർ = ഏതാ വേണ്ടത്? നോക്കൂ, രണ്ടാമത്തെ എസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n എന്നുള്ളത് തന്നെയാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n.
അപ്പോൾ എത്രയും വരിക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n എന്നുള്ളത് തന്നെയാണ് 120 ആണ്. റൂട്ട് n എന്ന് പറയുന്നത് 100. അപ്പോൾ എത്ര വന്നു 120/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 കിട്ടി. ഇനി സെഡ് ഈസ് ഈക്വൽ ടു സെഡ് കാണാനുള്ള സമവാക്യത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1570, മ്യൂ എന്ന് പറഞ്ഞാൽ 1600 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 12. ഇങ്ങനെയല്ലേ വരുന്നത് 1570 മൈനസ് 1600 ഡിവൈഡഡ് ബൈ 12 വരും. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -2.5 ആണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക. -2.5 എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ കൂടുതൽ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ വാല്യൂ ഓഫ് സെറ്റ് ടെസ്റ്റ്. ടേബിൾ വാല്യൂ ഓഫ് സെറ്റ് ടെസ്റ്റ് അല്ലേ. സെറ്റ് ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ ഇൻഫിനിറ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ കാണുന്നത് 0.05 ആണ് ചെയ്യുന്നത്. അപ്പോൾ 0.05 വരുമ്പോൾ എത്ര വരിക 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് അല്ലേ. അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ നോക്കുകയാണ് വേണ്ടത്. ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇൻഫിനിറ്റീവ് അല്ല, ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ 0.05 നോക്കുക കേട്ടോ. 0.05 നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 1.96 ആണ് വരിക കേട്ടോ. അപ്പോൾ സെറ്റ് ടേബിൾ വാല്യൂ ഓഫ് സെറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 0.05ൻ്റെ എത്ര വരിക 1.96 ആണ് വരിക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ മറ്റേ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ അല്ലേ. അപ്പോൾ എന്താണ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 2.5 അല്ലേ, ഇവിടെ 1.96 ഉള്ളൂ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ. ലെസ് ദാൻ ദി ആകുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ ദി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ വി റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ദി ക്ലെയിം ഈസ് നോട്ട് acceptable. The claim is not acceptable. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ കണക്ക് മാതിരി തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഏതാണോ ഗ്രേറ്റർ നോക്കുന്നു. എന്നിട്ട് നോക്കിയിട്ട് ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ എന്ന് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ കൂടുതലാണ് വന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ. അപ്പോൾ സോ വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ദി ക്ലെയിം ഈസ് നോട്ട് acceptable. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കണക്കിലോട്ട് പോകാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ obtained from a sample of thousand persons, calculate the standard error of the mean. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി മീൻ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്.
നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏണിങ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഏണിങ്സും നമ്പർ ഓഫ് പേഴ്സൺസും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏണിങ്സ് പുറത്ത് ചെയ്യാം, പുറത്ത് നമ്മൾ ചെയ്യാൻ പറ്റും. ഏണിങ്സ് ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഏണിങ്സ്, നെക്സ്റ്റ് കോളം നമ്പർ ഓഫ് പേഴ്സൺസ്. ഏണിങ്സ് ആൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇങ്ങനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതേത്തെ തന്ന് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80 ഇങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ ക്ലാസ്സുകൾ തന്നിരിക്കുന്നത്. ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 50, 100, 150, 200, 200, നെക്സ്റ്റ് 100, നെക്സ്റ്റ് 1. ഇതിലിപ്പോൾ എന്തോ തെറ്റിയിട്ടുണ്ടല്ലോ. 50, 100, 150, പിന്നെ 2 200 എഴുതി, പിന്നെ 300. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏണിങ്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്. ഇനി ഇഫ് ദി ആവറേജ് ഓഫ് ദി പോപ്പുലേഷൻ വേർ, ഇഫ് ദി ആവറേജ് ഓഫ് ദി പോപ്പുലേഷൻ, average of the population were, average എന്ന് പറയുന്നത് ₹42. നെക്സ്റ്റ്, what conclusion can you arrive about, what conclusion can you arrive about, can you arrive about the reliability of the sample, the reliability of the sample. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ഒബ്റ്റെയിൻഡ് ഫ്രം എ സാമ്പിൾ ഓഫ് 1000 പേഴ്സൺ കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി മീൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏണിങ്സും നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇഫ് ദി ആവറേജ് ഓഫ് ദി പോപ്പുലേഷൻ, ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറയുന്നത്, ഇഫ് ദി ആവറേജ് ഓഫ് ദി പോപ്പുലേഷൻ വേർ ₹42, വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു അറൈവ് എബൌട്ട് ദ റിയലബിലിറ്റി ഓഫ് ദി സാമ്പിൾ. ഇതിൻ്റെ റിയലബിലിറ്റിയെ പറ്റിയിട്ട് നമുക്ക് എന്ത് കൺക്ലൂഷനാണ് നമുക്ക് അവസാനം പറയാനുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ നമുക്കിതിൽ മീൻ തന്നിട്ടില്ല, മീൻ കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മീൻ എങ്ങനെ കാണുക? മീൻ കാണാൻ നമുക്കറിയാം σfx/n, അല്ലെങ്കിൽ നമുക്ക് a+σfd/n അങ്ങനെ വെച്ചിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണുക, എന്നിട്ട് ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം നോക്കുക. ഈ കണക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ.